നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. പത്മകുമാർ പുറത്തേക്കോ അകത്തേക്ക് തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ഒരു കോടതി ഉത്തരവ് അറിയാൻ സാധിക്കും. കേസിൽ ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ടാണ് ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പത്മകുമാർ നിരന്തരമായി അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട്. ദ്വാരപാലക ശില്പം കവർന്ന കേസിലാണ് പത്മകുമാറിന്റെ ജാമ്യത്തിനായുള്ള നീക്കം. കട്ടളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി നേരത്തെ തള്ളുന്ന സാഹചര്യമുണ്ടായി. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പ്രതികളിൽ ആർക്കും ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷന്റെ വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രതികളിൽ ആർക്കും ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷൻ വാദം ഒരു വശത്ത് ശക്തമായി നിൽക്കുകയാണ്. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറഞ്ഞേക്കും. കഴിഞ്ഞ ദിവസം വിശദമായ വാദം കേട്ട കോടതി കേസ് വിധി പറയാനായി മാറ്റുകയായിരുന്നു. കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് രേഖകളില്ല എന്നാണ് ജാമ്യ ഹർജിയിൽ വാസു പ്രധാനമായും വാദിക്കുന്നത്. ഈ വിഷയത്തിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തോടും സർക്കാരിനോട് ഉന്നയിച്ച ചോദ്യങ്ങൾ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അന്വേഷണ സംഘവുമായി പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നും പ്രായാധിക്യത്തെ തുടർന്നുള്ള രോഗാവസ്ഥ കൂടി പരിഗണിക്കണമെന്നും വാസു ഹർജിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. ഒക്ടോബർ 23 അറസ്റ്റിലായ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് സമർപ്പിച്ച അപേക്ഷയിൽ എന്തായാലും നിർണായകമായ വിധി ഉടൻ ഉണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ഇഡിയുടെയും വാദം വിജിലൻസ് കോടതിയിൽ പൂർത്തിയായി. കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് ഇഡിയുടെ നീക്കം. അതേസമയം ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറിയാണ് ജയശ്രീ. ഇവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്ന ആവശ്യമാണ് ജയശ്രീ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ ഈ ആവശ്യം ഹൈക്കോടതി തള്ളിയതാണ്. അതേസമയം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ജയശ്രീക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിനാൽ ജയശ്രീ ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ശബരിമല സ്വർണ്ണക്കടത്തിൽ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന വ്യവസായിയുടെ മൊഴിയിൽ പ്രത്യേക സംഘം അന്വേഷണം സജീവമാക്കിയിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ പലതിലും കഴമ്പില്ല എന്ന വിലയിരുത്തലാണ് SIT ആയിരിക്കുന്നത്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ശബരിമല ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളി കേസുകളിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോൺഗ്രസ് ബന്ധം, അദ്ദേഹത്തിന് കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില ചർച്ചകളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ ഇയാൾ കണ്ടിരുന്നു. സോണിയാഗാന്ധിക്ക് ഉപഹാരവും കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസ് MP ആന്റോ ആന്റണി, UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് MP എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഈ ചിത്രങ്ങൾ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. സോഷ്യൽ മീഡിയയിലടക്കം ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിന്റെ മറവിൽ LDFനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം പുറത്തു വന്നതോടെ UDF നേതൃത്വം ആകെ വെട്ടിലായിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരള, കർണാടക സംസ്ഥാനങ്ങളിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ, ആരോപണങ്ങളൊക്കെ നേരത്തെയും പുറത്തു വന്നതാണ്. സോണിയാഗാന്ധിയെ പോലെ അതീവ സുരക്ഷയുള്ള വ്യക്തിയെ സന്ദർശിക്കണമെങ്കിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല കേന്ദ്രീകരിച്ച് വഴിവിട്ട പല ഇടപാടുകൾ നടത്തിയ പോറ്റിക്ക് പത്തനംതിട്ട MP ആയ ആന്റോ ആന്റണിയുമായി ബന്ധമുണ്ട് എന്നത് ഇടത് അനുകൂലികളൊക്കെ അത്തരത്തിലുള്ള വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ കോന്നി MLAയും മന്ത്രിയുമായിരുന്ന അടൂർ പ്രകാശുമായും അടുപ്പമുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഈ ബന്ധം ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയെ സന്ദർശിച്ചതെന്ന വിവരങ്ങളും പുറത്തു വന്നതാണ്. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ തന്ത്രിയുടെ പരികർമ്മിയായത്. UDF സർക്കാരിന്റെ സഹായത്തോടെയാണ് ഇത് നടന്നത് എന്നാണ് വിവരം. ദേവസ്വം ബോർഡ് ചെയർമാനായിരിക്കെ കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ സഹായവും മാത്രമല്ല ആ സമയത്ത് പോറ്റിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണന്റെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇടക്കാലത്ത് വിവാദങ്ങളെ തുടർന്ന് പരികർമ്മി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതോടെ ബംഗളൂരുവുമായി
പോറ്റിയുടെ കേന്ദ്രം ബംഗളൂരായി മാറി. അവിടെയും കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സഹായം ഇതിനുണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത്. ഈ ബന്ധമൊക്കെ മൂടിവെച്ചാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തി UDFും BJP LDFിനെതിരെ ആഞ്ഞടിച്ചത് എന്നാണ് ഇടത് അനുകൂലികളുടെ വിമർശനം. 4 വോട്ടിനു വേണ്ടി വിശ്വാസികളെ വൈകാരികമായി വരുതിയിലാക്കാനുള്ള ആ ശ്രമം വിജയിച്ചില്ല എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുവെന്നും ഇടത് അനുകൂലികൾ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും സോണിയാഗാന്ധിയുമൊത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ പ്രചരിക്കുന്നു. ഇടത് അനുകൂലികൾ അതിനെ ഉയർത്തുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് UDFിനെ. അതേസമയം പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും കടുത്ത നടപടികൾ ഉടൻ ഉണ്ടാകില്ലെന്ന് സൂചന. പ്രതി ചേർത്തവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. പാട്ട് പ്രചാരണം നൽകുന്ന സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യും. കേസെടുത്തതിൽ പോലീസിനുള്ളിൽ 2 അഭിപ്രായമുണ്ട്. ഇന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയാകുമെന്നാണ് കിട്ടുന്ന സൂചനകൾ. പാട്ടെഴുതിയ ഖത്തറിൽ ജോലി ചെയ്യുന്ന നാദാപുരം ചാലപ്പുറം സ്വദേശി GP കുഞ്ഞബ്ദുള്ള, സംഗീതം നൽകിയ കോഴിക്കോട് സ്വദേശി ഹനീഫ, പാടിയ ഡാനിഷ് കൂട്ടിലങ്ങാടി തുടങ്ങിയവരെ പ്രതിയാക്കി തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുഴിക്കാല നൽകിയ പരാതി സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന് കൈമാറിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ കേസെടുക്കാമെന്നാണ് കണ്ടെത്തിയത്. ഇതോടെ പരാതി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. ഗാനം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകിയത് CPMന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി ചെയർമാനും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയുമായ K ഹരിദാസ് പറഞ്ഞു. പ്രസാദ് കുഴിക്കാൽ എന്ന വ്യക്തിയാണ് DGPക്ക് പരാതി നൽകിയത്. ഇയാൾ ആദ്യകാലത്ത് തിരുവാഭരണപാത സംരക്ഷണ സമിതി പ്രവർത്തകനായിരുന്നു. പിന്നീട് പുറത്തായതോടെ ഇതേ പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചു. തിരുവാഭരണപാത സംരക്ഷണ സമിതിക്ക് പരാതിയുമായി ബന്ധമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാരഡി പാട്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചു. മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് പാട്ട്. കോൺഗ്രസും BJP പാട്ടിനെ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.